ഹായ് ഗൈസ്, ഇന്നൊരു ഫാമിലി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ വാപ്പയും ഉമ്മയും ഉമ്രക്ക് പോവാണ്. അപ്പം ഇന്ന് വീട്ടിലെല്ലാവരും കൂടുന്നുണ്ട്. ഞങ്ങളൊക്കെ മക്കളെല്ലാവരും ഇന്നലെയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീട്ടുകാർ, വാപ്പാൻ്റെ വീട്ടുകാരും ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ ഇന്ന് വരും. ഉച്ചയാകുമ്പോഴത്തേനെത്തും. 4 മണി 5 മണിക്കൊക്കെയാണ് എയർപോർട്ടിലേക്ക് എത്താൻ പറഞ്ഞിരിക്കണത്. അവർക്ക് അവിടെ ചെന്നിട്ട് എന്തോ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 മണിക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം. നെയിൽ എണീറ്റിട്ടില്ല ഗൈസ്. നേരം 9 മണിയായിട്ടും നെയിൽ എണീറ്റിട്ടില്ല. അങ്ങോട്ട് പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പാൻ്റെത്, ഉമ്മാൻ്റെത്. ഇത് വീട്ടിലത്തെ ബംഗാളി. എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഉറങ്ങി ഗൈസ്. ഇത് നെയ്ച്ചോറ്, ഇത് ബിരിയാണി, ചിക്കൻ കറി, നെയ്ച്ചോറ്. ഇത് ബംഗാളി 2, ഇത് ബംഗാളി 1. ഇത് മമ്മൂട്ടി ഡാഡി. ഇത് ഞങ്ങളെ വീട്ടിലെ മമ്മൂട്ടി. നിങ്ങള് നീച്ചിരുന്നോ? പഠിച്ച റബ്ബി, നിങ്ങള് മുഗ്ഗൂലേ? നിങ്ങള് നീച്ചിരുന്നാലും മുഗ്ഗൂലേ? നിങ്ങള് മുഗ്ഗൂലേ നീച്ചിരുന്നാല്? ഇതെന്തിരി പിന്നെ ഓളവിടെ അടിച്ചു വരികയാണ് വേസ്. വേഗം ഒങ്ങിക്കോളിട്ടോ. വീട്ടിൽ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി വേസ്. ഈ പ്രായം കുട്ടികളൊക്കെ ഫുൾ ടൈം ഫോണുമായിരിക്കും വേസ്. നമ്മളൊക്കെ ഈ സമയത്ത് ആകെ മണ്ടിയിട്ടും കളിച്ചിട്ടും വീട്ടിലെല്ലാവരും പാടെ കൂടിയൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നൈലു എണീറ്റ് വേസ്. നൈലുവിന് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് നല്ല പനിയുണ്ട് പറഞ്ഞോ? ഇതിനെടുത്ത് പോന്നിക്കോ എടുക്കാനല്ല പറഞ്ഞത്. അങ്ങനെ ഗൈസ് ഓരോരുത്തരായി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കണം. ഉമ്മാന്റെ വീട്ടുകാര് എത്തി ഗൈസ്. വലൈക്കും സലാം. നല്ല വർത്താനം. ഫാർമസിയിലാണ്. അപ്പൊ നമ്മള് കണ്ടില്ലേ, നിങ്ങൾ ആ ലഗേജ് പിടിച്ചാണ് വളവ് നിൽക്കാതെ. Hello guys.
ചാടുവല്ലേ നമ്പട്ടി ഓള അങ്ങോട്ടൊക്കെ ഉരിച്ചിട്ട് പാൻ്റെ ഉരിച്ചാലെ ഫോട്ടോ ഉണ്ടോ? ഇപ്പാക ഇപ്പാക ആകെ തേക്കുന്നത് ചൂടാകും. അപ്പോൾ ഗൈസ് ഉമ്മാനിപ്പനി യാത്രയാക്കി ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.